ഹലോ ഗൈസ്, കുറച്ച് അധികം ദിവസമായെന്ന് തോന്നുന്നു. ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായി. അങ്ങനെ പിന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഷെയ്ഡ് എനിക്ക് അത്ര ഉറപ്പില്ല കേട്ടാ. എനിക്ക് ചേരയുടെ ഷെയ്ഡ് ആയിരിക്കില്ല. ഓൾറെഡി ഞാൻ ഒരെണ്ണം ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇട്ട് കാണിക്കണില്ല, ഇങ്ങനെ കയ്യിൽ വരച്ച് കാണിക്കാം. ഓക്കെ, പൊട്ടിക്കട്ടെ. ഇതാ നോക്ക്, മീഷോ എന്നാണ് കേട്ടോ. അൺബോക്സിങ്. ഈശ്വര, ഇത് പൊട്ടിക്കുന്ന സാധനം. അയ്യോ, എൻ്റെ ഷെയ്ഡല്ല എന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ കവർ കാണുമ്പോഴേ അറിയാം എൻ്റെ ഷെയ്ഡല്ല, കൺഫേം. മെറൂൺ മൂസി എന്നാണ്, MUSC, മൂസി എന്തരാ എന്തോ. മെറൂൺ 0 അല്ല 90. ഇതിൻ്റെ മീതെ ഒരു ഷെയ്ഡ്, ഇതിനകത്ത് വേറൊരു ഷെയ്ഡ്. ഇതെന്തൊരു, ഇതിലെഴുതി വെച്ചിരിക്കുന്നത് പ്ലേഫുൾ മജന്തയെന്ന് 06. അത് എവിടത്തെ മര്യാദ നോക്ക്, കണ്ട, പ്ലേഫുൾ മജന്ത 06 എന്ന്. ഇത് തന്നെ ഞാൻ ഓർഡർ ചെയ്തത്. എനിക്കറിഞ്ഞൂടാ. ഇതാണ് മീഷോയുടെ പ്രത്യേകത, നമ്മൾ ഓർഡർ ചെയ്യേണ്ടതൊന്നും ആയിരിക്കില്ല വരണത്. ഇത് നോക്കിയാണ് സംഭവം, നോക്കിയാണ്. ഇങ്ങനത്തെ ഒരു ഇതൊന്നും അല്ല ഞാൻ കണ്ടത്. മാറി കുലിക്കില്ല. ഭാഗ്യം ആരും ഉപയോഗിക്കാത്ത തന്നെ, പുതിയത് തന്നെ. ഞാൻ ഇട്ടിരിക്കുന്ന ഒരു ഷെയ്ഡാണെന്നാണ് തോന്നുന്നത്. പുതിയത് തന്നെ കേട്ടോ. നോക്കട്ടെ, കൊള്ളായിരിക്കും. നോക്ക്, കുഴപ്പമില്ല, ഓക്കെ ആണെന്നാണ് തോന്നുന്നത്. നോക്ക്, എൻ്റെ ഇതെനിക്ക് ചേരും, കുഴപ്പമില്ല. അപ്പം ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. ഇനി അതിൻ്റെ മണ്ടേ കൂടെ ഇട്ടിനി ചാളാക്കണ്ട. ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടാൻ കേട്ടോ, ഇത് ഇടണത്. ഇപ്പം ഇത് അൺബോക്സിങ് വീഡിയോ എടുക്കണമെന്ന് എനിക്ക് അങ്ങോട്ട് തോന്നി. ഞാൻ ഇന്ന് കോവിലിൽ പോയി കേട്ടോ. സംഭവം കൊള്ളാമേ, പക്ഷെ ഞാൻ ഉദ്ദേശിച്ച തന്നെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനത്തെ ഒരു പാക്കിംഗ് ഒന്നും അല്ല ഞാൻ കണ്ടത്. ഇതിൻ്റെ ഷെയ്ഡും ഇതല്ലായിരുന്നു. വേറെ ഏതൊക്കെ ഷെയ്ഡാണ് ഞാൻ ഓർഡർ ചെയ്തത്, വന്ന ഷെയ്ഡ് ഇത്. പക്ഷെ എനിക്ക് ചേരണുണ്ട്, അതുകൊണ്ട് ഞാൻ വലിയ സീനാക്കണില്ല. എനിക്ക് ചേർന്നാൽ മതി. ഞാൻ ഓർഡർ ചെയ്യണതേ എനിക്ക് ആ ഒരു ഇതേ ഉള്ളൂ. കുഴപ്പമില്ല, ഇതെനിക്ക് ചേരും. ഞാൻ ഇന്ന് കോവിലിൽ പോയി. ഇന്ന് കർക്കിടക 1 അപ്പം ഇന്ന് ഞാൻ കോവിലിൽ പോയി കേട്ടോ. പോകാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ ചെയ്ത്. ഫസ്റ്റ് ടൈം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്തെന്ന് വേണം പറയാൻ, എൻ്റെ ഹെയർ സ്പാ ചെയ്തു. ഞാൻ അങ്ങനെ സ്പാ ചെയ്തിട്ടില്ല. വെട്ടിയിട്ടൊക്കെ ഉണ്ട്, വെട്ടിയിട്ടുണ്ട്, പാർലറിലൊക്കെ പോയി വെട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് സ്പാ ചെയ്ത് നോക്കും, നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നു. എൻ്റെ കഷ്ടകാലത്തിന് ചെയ്തിട്ട് വന്നപ്പോഴത്തേക്ക് മഴ, പിന്നെ റെയിൻകോട്ടെല്ലാം വലിച്ചു വാരിയൊക്കെ ഇട്ട് ചളമാവുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒന്നും ചെയ്തില്ല. അത് നോക്ക്, അടിപൊളിയായിട്ട് കിടന്നു. എനിക്കിഷ്ടപ്പെട്ട കേട്ടോ. പിന്നെ അടുത്ത് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, 2 ദിവസത്തേക്ക് കുളിക്കണ്ട എന്നല്ല, തല നനയ്ക്കണ്ട. ഇപ്പം ചെയ്ത ഈ സംഭവമൊക്കെ നമുക്ക് തലമുടിയിലൊന്ന് സെറ്റാവാൻ വേണ്ടി 2-3 ദിവസം 72 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത പൈസയൊക്കെ വെറുതെ പോകും. ഞാൻ അങ്ങനെ ചെയ്യണതല്ല കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ സ്കാൽപ്പാണെങ്കിൽ ഡ്രൈ ആണ് കേട്ടോ, ഭയങ്കര ഡ്രൈ ആണ്. ഞാൻ മിക്കപ്പോഴും ഓയിലിടും. എനിക്ക് ഓയിലിലേ പറ്റൂല, എനിക്ക് തലവേദനയൊക്കെ എടുക്കും അതുകൊണ്ട്. പക്ഷെ ഇത് ഞാൻ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച് ചെയ്തതാണ് കേട്ടോ. അതും ഞാൻ എൻ്റെ സ്വന്തം പൈസയ്ക്ക് ഞാൻ ജോലി ചെയ്ത്, എൻ്റെ സ്വന്തം പൈസയ്ക്ക് എനിക്ക് വേണ്ടി ഞാൻ ചെയ്ത കാര്യമാണ് കേട്ടോ. തലമുടി വളരണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ സ്പാ ചെയ്യണതായിരിക്കും നല്ലത് കേട്ടോ. വേറെ ഒരുപാട് ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടുപിടിച്ച് നമ്മളെ
ഒരു ടെക്സ്ചർ നമ്മൾ ഹെയറിൻ്റെ ടൈപ്പൊക്കെ നോക്കിയാണ് ഓരോ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചൂസ് ചെയ്യണത് കേട്ടോ. അങ്ങനെയാണ് ചെയ്യാനായിട്ട്. പക്ഷേ എനിക്ക് സ്പാ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. നമുക്കൊരു മസാജൊക്കെ കിട്ടും. അതുകൊണ്ട് നമുക്ക് ഹെയർ ഗ്രോത്തിന് മസാജൊക്കെയാണ് കേട്ടോ നല്ലത്. അങ്ങനെ ഞാൻ ചെയ്തതാണ്. ഇതിൻ്റെ റിസൾട്ട് ഇനി ഞാൻ പറയാം. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. ഇന്ന് ചെയ്തിട്ട് ഇനി കുറേ 5-6 മാസങ്ങൾക്ക് ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം, എങ്കിലേ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് ഇത് ഞാൻ വളർത്തിയെടുത്തൊന്നുമല്ല, എനിക്ക് പാരമ്പര്യമായിട്ടും കൂടി ഉള്ളതാണ് കേട്ടോ. എനിക്ക് മാത്രമല്ല, എൻ്റെ കുടുംബത്തിൽ വേറെയും പെമ്പിള്ളേരുടെ തലമുടിയുണ്ട്. ചേച്ചിയുടെ മക്കൾക്കും ചേച്ചിമാർക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു വക എനിക്ക് കിട്ടിയതാണ്. പിന്നെ നമ്മൾ കെയർ ചെയ്യും പോലെ ഇരിക്കും. പകുതി നമ്മളതും പകുതി ദൈവത്തിൻ്റെ ആയിരിക്കും. ഓക്കെ. പിന്നെ എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും എനിക്കൊന്നും പറയാനില്ല. എനിക്ക് നല്ല സന്തോഷമുണ്ട്. നോക്ക്, കൊള്ളാമല്ലേ? എനിക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, എനിക്ക് സമയം കിട്ടിയില്ല. ഇത് ചെയ്യാൻ തന്നെ 1 മണിക്കൂർ വേണം. ആ വീഡിയോ എടുക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല സത്യം പറഞ്ഞാൽ. ഇന്ന് എനിക്ക് പോകണ്ടായിരുന്നു, ഓഫായിരുന്നു. അതുകൊണ്ടും ഞാൻ ഇത്തിരി കിടന്ന് നല്ലതായിട്ട് ഉറങ്ങി. രാവിലെ താമസിച്ചാണ് എണീച്ചത്. ഉച്ചയ്ക്കും കിടന്നുറങ്ങി. വൈകിട്ടാണ് ഇത് ചെയ്യാനായിട്ട് ഞാൻ പോയത്. 1 മണിക്കൂർ വേണം കേട്ടോ. ഈ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് അത് സെറ്റാവാൻ വേണ്ടി. ഇവിടെ മഴ തുടങ്ങി. ഞാൻ ഇനി പറയണമെന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. ടാറ്റ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ടാറ്റ.